തീരം ഭാഗം 22. ആദി കല്യാണിയെ കൊണ്ട് റൂമിലേക്ക് കയറി വാതിലടച്ചു. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ആദിയേട്ടാ, കിച്ചുവിട്ടിന് എന്നോട് ദേഷ്യം ഉണ്ടാകുമോ? ഇല്ലട പൊന്നാ, നീ കരയാതെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ കണ്ണുനീർ എൻ്റെ നെഞ്ചാ പൊള്ളിക്കുന്നതെന്ന്. പ്ലീസ് കരയാതെ കല്ലു. ഞാൻ ശ്രദ്ധിച്ചത് ആദിയേട്ടാ, താലി ആരും കാണാതെ ഇരിക്കാൻ. ഈ സാരി ഉടുത്തപ്പോൾ പോലും ഞാൻ നന്നായി നോക്കിയിരുന്നു താലിമാല പുറത്ത് വരാതെ ഇരിക്കാൻ. എന്നിട്ടും ഏട്ടനും കീർത്തന ചേച്ചിയും എങ്ങനെയാ കണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. കല്ലു, ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് പിണങ്ങരുത്. അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ഞാനാണ് ഈ താലിമാല കീർത്തനയ്ക്ക് കാണിച്ചു കൊടുത്തത്. കല്യാണി ഒന്നും മനസ്സിലാകാത്തതുപോലെ അവനെ നോക്കി. അവൻ അവളെ ചേർത്ത് പിടിച്ച് കട്ടിലിൽ അവൻ്റെ മടിയിൽ ഇരുത്തി. അവളുടെ നോട്ടം കണ്ട് അവന് ചിരി വന്നു. അത് പിന്നെ നമ്മൾ പോവുകയല്ലേ നാളെ? അവിടെ എനിക്ക് നിന്നെ ഇതുപോലെ ചേർത്തിരുത്താനോ കിസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ തരാനോ രാത്രിയിൽ എൻ്റെ നെഞ്ചിൽ ചേർത്ത് കിടത്താനോ പറ്റില്ലല്ലോ. അതുകൊണ്ട് കല്ലു ചോദിച്ചു. അതുകൊണ്ട് നിന്റെ ഈ ഭർത്താവാണ് കീർത്തനയ്ക്ക് നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാല കാണിച്ചു കൊടുത്തത്. എന്തിന്? കല്ലു ചോദിച്ചു. കല്ലുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു അവനെ നോക്കി. അതോ, കീർത്തന അറിഞ്ഞ അതെന്തായാലും കിച്ചു അറിയും. അപ്പോൾ പിന്നെ എനിക്ക് നിന്നെ കാണാൻ വീട്ടിലേക്ക് വരുമ്പോൾ കീർത്തനയും കിച്ചുവും സഹായിക്കും. അതിന് ആദ്യേട്ടൻ വീട്ടിൽ വരുന്നത് ആര് തടയാനാ? അച്ഛനും അമ്മയും ഒന്നും പറയില്ലല്ലോ. നിന്നെ കാണാനും സംസാരിക്കാനും വന്നാൽ തടയിലായിരിക്കും. പക്ഷെ രാത്രി നിന്നെ നെഞ്ചോട് ചേർത്ത് കിടന്നാലേ എനിക്ക് ഉറക്കം വരൂ എന്ന് പറഞ്ഞ അങ്ങനെ വന്നാ എന്നെ ഓടിക്കും ഇല്ലേ? കല്ലു ഒന്നും മിണ്ടാതെ അവനെ നോക്കി അവൻ്റെ മടിയിൽ തന്നെ ഇരുന്നു. രാത്രി എൻ്റെ വൈഫിൻ്റെ കൂടെ കിടന്നാലേ ഈ ഭർത്താവിന് ഉറക്കം വരൂ. അപ്പോൾ അവിടെ വരാൻ എനിക്കൊരു സഹായത്തിന് വേണ്ടി അവരറിയണം എന്ന് തോന്നി. അവൻ എന്തിനാ അത് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ മുഖം അവൻ്റെ കൈക്കുമ്പിളിൽ എടുത്തു. നെറുകയിൽ ചുണ്ടു ചേർത്തു. എനിക്ക് നീയില്ലാതെ പറ്റില്ല പെണ്ണേ. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടിൽ എത്തി. അത് കണ്ടതും അവൾ എഴുന്നേറ്റ് ഓടാൻ നോക്കിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണു. അവൻ്റെ മുകളിലായി അവൾ കിടന്നു. അവളുടെ മുടി വന്ന് അവളുടെ മുഖം മറിച്ചു. അവൻ കൈകൊണ്ട് മുഖത്തു നിന്ന് മുടി ചെവിക്ക് പുറകിലേക്ക് ആക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു. അവൻ അവളെയും കൊണ്ട് മറിഞ്ഞു. അവളുടെ മുകളിലായി അവൻ കിടന്നു. അപ്പോഴും അവൻ്റെ നോട്ടം മാറിയിരുന്നില്ല. കല്ലു കണ്ണുകൾ അടച്ചു കിടന്നു. അവൻ അവളുടെ കണ്ണുകളിൽ ഊതി. അവൾ കണ്ണു തുറന്നതും അവൻ അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. പതിയെ നുണഞ്ഞു. അവൻ്റെ കൈകൾ അവളുടെ സാരിക്കിടയിലൂടെ അവളുടെ വയറിൽ അമർന്നു. അവൻ കൈകൾ കൊണ്ട് അവിടെ പരതി നടന്നു. അവൻ അന്വേഷിച്ചത് കണ്ടെത്തിയതുപോലെ അവളുടെ ഹിപ് ചെയിനിൽ വിരലുകൾ ചുറ്റി വലിച്ചു. അപ്പോഴും അവളുടെ ചുണ്ടുകളെ അവൻ വിട്ടിരുന്നില്ല. അവളുടെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു. അവൻ്റെ നാവുകൾ വേഗത്തിൽ അവളുടെ നാവുമായി ഇണചേർന്നു. അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നത് കണ്ട ആദി അവളിൽ നിന്നും അകന്നു മാറി അവളുടെ അടുത്ത് കിടന്നു. കല്ലു അപ്പോഴും കണ്ണുകളടച്ച് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു. കല്ലുവിൻ്റെ വയറിൽ എന്തോ ഇഴയുന്നത് പോലെ തോന്നി. കണ്ണുകൾ തുറന്നപ്പോൾ ആദി അവളുടെ വയറിൽ നിന്നും മുഖമുയർത്തി അവളെ നോക്കി. അവൾ നോക്കിയപ്പോൾ അവളുടെ ഹിപ് ചെയിൻ കൂടാതെ മറ്റൊരു ചെയിൻ കൂടി, ആദിത്യ എന്ന് പേരെഴുതിയ ചെയിൻ. അവൾ അവനെ നോക്കി. ഇതുകൂടി ആ പൊക്കിൾ ചുഴിയിൽ പറ്റിച്ചേർന്ന് കിടന്നോട്ടെ. അവൻ അവളുടെ ഹിപ് ചെയിനിൽ അമർത്തി ചുംബിച്ചു. അല്പസമയം കഴിഞ്ഞതും, ആദ്യേട്ടാ, എങ്ങനെയാ കീർത്തന ചേച്ചിക്ക് ഈ താലി കാണിച്ചു കൊടുത്തത്? എൻ്റെ പെണ്ണെ, നീ അത് വിട്ടില്ലേ? പറ ആദ്യേട്ടാ. എൻ്റെ അശ്രദ്ധ കൊണ്ടെങ്ങാനോ ആണോ എന്നറിയാനാണ്. അല്ല പെണ്ണെ, ഇന്ന് രാവിലെ മോതിരമാറ്റം കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്ന സമയം നിന്റെ മുടി അഴിഞ്ഞില്ലേ? അത് ഞാൻ അഴിച്ചതാ. അത് ശരിയാക്കാൻ കീർത്തന വന്നപ്പോൾ ഞാൻ മാല പുറകിലേക്ക് വലിച്ചു. അപ്പോൾ പുറകിലേക്ക് ആക്കിയിട്ടിരുന്ന താലി പുറത്തേക്ക് വന്നു. അത് കീർത്തന കണ്ടു. ആദ്യേട്ടൻ എങ്ങനെ കണ്ടു
താലി ഞാൻ പുറകിൽ ആക്കിയിട്ടിരിക്കുന്നത്? നീ ഉടുത്തിരിക്കുന്ന ഈ സാരി നെറ്റ് സാരിയാണ്. ആയതുകൊണ്ട് മുന്നിൽ താലി കിടന്നാൽ കാണുമെന്നുള്ളത് കൊണ്ട് പുറകിലേക്കാകും നീ താലി ഇട്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. മുടി കിടക്കുന്നത് കൊണ്ട് ആരും കാണില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ മാല പുറത്തേക്ക് വലിച്ചത്. എൻ്റെ ഊഹം തെറ്റിയില്ല. കീർത്തന നല്ല വെടിപ്പായി കണ്ടു നമ്മുടെ താലി. കല്ലു ഇതൊക്കെ എപ്പോ എന്നുള്ള രീതിയിൽ അവനെ നോക്കി. അതെ, ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് ഈ സാരിയും ആഭരണങ്ങളും അഴിച്ചു മാറ്റണ്ടേ? ഞാൻ മാറ്റിക്കൊള്ളാം, അവൾ ഒരു വെപ്രാളത്തോടെ പറഞ്ഞു. ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകാൻ തിരിഞ്ഞു. വേണ്ട മോളെ, ഞാൻ സഹായിക്കാം. അവൻ അവളെ അവൻ്റെ നേരെ തിരിച്ചു നിർത്തി. ചെവിയുടെ ഭാഗത്തു നിന്നും മുടി വകഞ്ഞു മാറ്റി. കാതിൽ നിന്നും കമ്മൽ ഊരി. അവിടെ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് നുണഞ്ഞു. കല്ലുവിൽ ഒരു വിറയൽ വന്നു. 2 കൈകൾ കൊണ്ടും അവൾ അവൻ്റെ തോളിൽ അമർത്തി. അതുപോലെ തന്നെ ഇപ്പുറത്തെ ചെവിയിലെയും കമ്മൽ ഊരി നുണഞ്ഞു. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. ചുണ്ടുകൾ വിറച്ചുകൊണ്ട് നിൽക്കുന്ന അവളുടെ പുറകിൽ നിന്നുകൊണ്ട് മുടി മുന്നിലേക്കിട്ട് അവളുടെ കഴുത്തിൽ നിന്നും മാല ഊരി മാറ്റി ബെഡിലേക്ക് ഇട്ടു. അവളുടെ വിയർപ്പ് പൊടിഞ്ഞു നിൽക്കുന്ന കഴുത്തിൽ അവൻ ചുംബിച്ചു. അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവനെ തിരിഞ്ഞു നിന്ന് കെട്ടിപ്പിടിച്ചു. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. ചുണ്ടുകൾ വിറച്ചുകൊണ്ട് നിൽക്കുന്ന അവളുടെ പുറകിലേക്ക് ചെന്നുകൊണ്ട് ആദി അവളുടെ മുടികൾ മുന്നിലേക്കിട്ടു. അവളുടെ കഴുത്തിൽ നിന്നും മാല ഊരി മാറ്റി ബെഡിൽ വെച്ചു. അവളുടെ വിയർപ്പുകൾ പൊടിഞ്ഞു നിൽക്കുന്ന കഴുത്തിൽ അവൻ ചുംബിച്ചു. അവൾ പെരുവിരൽ കുത്തി ഉയർന്നു പൊങ്ങി. പെട്ടെന്ന് തിരിഞ്ഞ് അവനെ വീണ്ടും കെട്ടിപ്പിടിച്ചു. എന്തു പറ്റി വൈഫി? ഇപ്പോളെ തളർന്നു പോയോ? ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും തളർന്നോ? കല്ലു അവൻ്റെ നെഞ്ചിൽ നിന്ന് തലയുയർത്തി അവനെ കൂർപ്പിച്ചു നോക്കി. ഞാൻ നിന്നെ ഇതെല്ലാം മാറ്റാൻ സഹായിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ എന്നാ പറഞ്ഞത്, ആദി കള്ളച്ചിരിയോടെ പറഞ്ഞു. ഇങ്ങനെ എന്നെ സഹായിക്കാൻ നിൽക്കണ്ട മോൻ. അങ്ങനെ പറയലടാ. ഒരു ഡോക്ടർ നിന്ന് കൊഞ്ചുന്നത് നോക്കിയേ. എന്താ, ഡോക്ടർമാർ മനുഷ്യരല്ലേ? ഞങ്ങൾക്ക് പ്രണയവും വികാരവും ഒന്നും പാടില്ലേ? അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ എൻ്റെ ഡോക്ടറെ, ഞാൻ വെറുതെ പറഞ്ഞതാ, അവൾ അവൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യേട്ടൻ ഇത്രയും റൊമാൻറ്റിക്കാണെന്ന് കാണുമ്പോൾ പറയില്ലാട്ടോ. എൻ്റെ പ്രണയവും എൻ്റെ കാമവും വികാരവും എല്ലാം നിനക്കുള്ളതാ, നിനക്ക് മാത്രം. അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. അവളുടെ മുഖം പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. പതിയെ ചുണ്ടുകളിലേക്ക് അവൻ്റെ നോട്ടം പോയതും കല്ലു അവനെ തള്ളി മാറ്റി പോകാൻ ശ്രമിച്ചു. അവൻ അവളുടെ സാരിയുടെ മുന്താണിയിൽ പിടിച്ചു. അത് ഷോൾഡറിൽ നിന്നും വിട്ടുപോന്നു. ആദി സാരിയിൽ നിന്നും വിടാതെ തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളെ തിരിച്ച് അവൻ്റെ നേരെ നിർത്തി. മാറിൽ നിന്നും സാരി മാറിപ്പോകുമ്പോൾ കല്ലു കൈകൾ കൊണ്ട് തടയാൻ ശ്രമിച്ചു. അതിനു മുമ്പ് തന്നെ അവളുടെ മാറിൽ നിന്നും സാരി ആദി മാറ്റിയിരുന്നു. അവൾക്ക് അവനെ നോക്കാൻ മടി തോന്നി. തല കുനിച്ചു നിന്നു. അവളുടെ ശരീരം വിറയ്ക്കുന്നത് കണ്ട് ആദിക്ക് ചിരി വന്നു. ആദി താഴെ കുനിഞ്ഞിരുന്നു കൊണ്ട് സാരിയിൽ ഞെറിയിൽ കുത്തിയിരുന്ന പിന്ന് ഊരി മാറ്റി. പാവാടയുടെ ഉള്ളിൽ നിന്നും സാരി വലിച്ചു. ആദി അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവൻ്റെ മുഖം ഉയർത്തി കല്ലുവിനെ ഒന്ന് നോക്കി. കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് 2 കൈകൾ കൊണ്ടും മാറു മറച്ചു പിടിച്ചു നിൽക്കുന്ന അവളെ നോക്കി. അവളുടെ പൊക്കിൽ ചുഴിയോട് ചേർന്ന് കിടക്കുന്ന ഹിപ്പ് ചെയിൻ കണ്ടു. അവൻ അവിടെ പതിയെ കടിച്ചു. കല്ലുവിൻ്റെ കൈകൾ മാറിൽ നിന്നും അവളുടെ വയറിൽ മുട്ടി നിൽക്കുന്ന അവൻ്റെ തലയിൽ മുറുകി. അവളിൽ നിന്നും ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു. ആദിക്ക് ഇനിയും അവളെ അങ്ങനെ കണ്ടാൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകും എന്ന് തോന്നി. അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. കല്ലു, വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാം. അവൾ വേഗം താഴെ കിടന്ന സാരിയും എടുത്ത് ബാത്റൂമിൽ കയറി വാതിലടച്ചു. ഡോറിൽ ചാരി നിന്നു. വയറിൽ തോട്ടു. ആദി കടിച്ച ഭാഗത്ത് ചെറിയ വേദന തോന്നി. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആദി കട്ടിലിൽ ഇരുന്നു കൊണ്ട് തന്നെ നടന്ന കാര്യങ്ങൾ ഓർത്തു. അവൻ്റെ ചുണ്ടിലും ചിരി വിരിഞ്ഞു. ദൈവമേ, കുറച്ചു നേരം കൂടി അവളെ അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഫസ്റ്റ് നൈറ്റ് നടന്നേനെ. അവൻ സ്വയം തലയിൽ കൊട്ടി. നിന്നെ കണ്ട എനിക്ക്
എന്നെ തന്നെ നഷ്ടമാകുന്നു പെണ്ണെ. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിന്നെ മനസ്സുകൊണ്ട് സ്വന്തമാക്കിയതുപോലെ ശരീരം കൊണ്ടും സ്വന്തമാക്കാൻ, എൻ്റേതാക്കാൻ. അതിന് നമ്മുടെ വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നതിന് ശേഷം നിന്റെ സമ്മതത്തോടെ ഞാൻ എൻ്റേതാക്കും പെണ്ണെ. എന്നിൽ നിന്നും ഒരു മോചനം നിനക്കില്ല. ഈ ജന്മത്തിലും ഇനിയുള്ള ജന്മങ്ങളിലും നീ എൻ്റേത് മാത്രമായിരിക്കും. ഒരുത്തനും ഒന്ന് നുള്ളി നോക്കിയുകൂടി ചെയ്യില്ല എൻ്റെ പെണ്ണിനെ. അതിനുവേണ്ടി ജീവൻ രക്ഷിക്കുന്ന ഈ കൈകൾ കൊണ്ട് തന്നെ ആരുടെ ജീവൻ വേണമെങ്കിലും ആദിത്യവർമ്മ എടുക്കും. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഉള്ളത് വല്ലാത്തൊരു ഭാവമായിരുന്നു. അപ്പോഴാണ് കല്യാണി ബാത്റൂം ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങിയത്. അവൾ അവൻ്റെ അടുത്ത് വന്ന് ഇരുന്നു. ആദി കല്ലുവിൻ്റെ കൈകൾ എടുത്തു. അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ്റെ പേരെഴുതിയ മോതിരത്തിൽ നോക്കി. അവൻ്റെ വിരലിൽ ഉള്ള കാർത്തിക എന്ന പേരിലേക്കും നോക്കി. കല്ലു, നിന്റെ ശരീരത്തിൽ എൻ്റെ പേരെഴുതിയ ഈ താലിയും മോതിരവും അരഞ്ഞാണവും ഒരു കാരണവശാലും ഊരി മാറ്റരുത്, കേട്ടല്ലോ? അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. ഇല്ല ആദിയേട്ടാ, എൻ്റെ മരണം വരെ ഇതെല്ലാം എൻ്റെ കൂടെ, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി എന്നും ഉണ്ടാകും. പിന്നെ ആദിയേട്ടാ, ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. ആദിയേട്ടൻ്റെ ഗിഫ്റ്റ് എനിക്കിഷ്ടപ്പെട്ടു, അവൾ ഹിപ്പ് ചെയിനിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ഇനി എൻ്റെ ഗിഫ്റ്റ് വേണ്ടേ? 1 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൾ അലമാരയുടെ ഡോറ് തുറന്നു. ഇന്ന് വാലന്റൈൻസ് ഡേ ആണെന്ന് ഇവൾക്ക് ഓർമ്മയുണ്ടായിരുന്നോ? തൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു ദിവസം ഓർക്കുന്നതും ഗിഫ്റ്റ് കൊടുക്കുന്നതും വാങ്ങുന്നതും. ആദി ഓർത്തു. കല്ലു ഒരു ബോക്സ് എടുത്തുകൊണ്ട് വന്നു. അവന് കൊടുത്തു. ആദി ബോക്സ് തുറന്നു നോക്കി. അതിൽ ഒരു കെ എന്ന് എഴുതിയ ബ്രേസ്ലെറ്റ് ആയിരുന്നു, ഗോൾഡും ഡയമണ്ടും ചേർന്നത്. അവൾ അവൻ്റെ കയ്യിൽ അത് ഇട്ടുകൊടുത്തു. ഹാപ്പി വാലന്റൈൻസ് ഡേ ഡിയർ ഭർത്തു, കല്ലു അവനോട് ചേർന്ന് പറഞ്ഞു. ആദി അവൾ കൊടുത്ത ബ്രേസ്ലെറ്റിലേക്ക് നോക്കി. ഇന്ന് ഗിഫ്റ്റ് തരുമെന്ന് നിനക്കറിയായിരുന്നോ കല്ലു? ഇല്ല ആദിയേട്ടാ, പക്ഷേ എനിക്ക് ആദിയേട്ടന് ഈ വാലന്റൈൻസ് ഡേക്ക് ഒരു ഗിഫ്റ്റ് തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കോളേജിൽ ഈ ദിവസം എല്ലാവരും അവരുടെ പാർട്ട്ണർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ 4 പേരിലും ഒരാൾക്ക് മാത്രമേ പ്രണയം ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് വിനുവേട്ടൻ ഗിഫ്റ്റ് കൊടുക്കും. ഞങ്ങൾ 3 പേരും അവൾ പറയുന്നത് കേട്ടിരിക്കും. പ്രണയിച്ച് വിവാഹം കഴിക്കണം എന്ന് അവർ പറയുമായിരുന്നു. പക്ഷേ എൻ്റെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് എനിക്ക് ഒരു പ്രണയ വിവാഹം ഉണ്ടാകുമെന്നൊന്നും തോന്നിയിരുന്നില്ല. ആദ്യേട്ടനെ കണ്ടപ്പോൾ മനസ്സിലെവിടെയോ ഒരു പരിചയം തോന്നി. എവിടെയോ കണ്ടു മറന്നതുപോലെ. അമ്പലത്തിൽ വെച്ച് ശിവരാത്രിയുടെ അന്ന് രാവിലെ കണ്ടപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം മനസ്സിലുണ്ടാകുന്നത് പോലെ തോന്നി. എൻ്റെ ആദ്യ പ്രണയം. ആദ്യേട്ടൻ്റെ ഇഷ്ടം പറഞ്ഞതിൻ്റെ തലേന്ന് രാത്രി എൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്നും എത്രയും പെട്ടെന്ന് വരണമെന്നും പറഞ്ഞപ്പോൾ നെഞ്ചിലൊരു വിങ്ങലായിരുന്നു, ഒരു വേദന. അങ്ങനെ എന്തൊക്കെയോ അതിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എല്ലാം പറഞ്ഞിരുന്ന കൂട്ടുകാരികളോട് മറച്ചു വെച്ച 2 കാര്യം: എൻ്റെ കുടുംബവും ആദ്യേട്ടൻ എന്നോട് പറഞ്ഞ ഇഷ്ടവും. ഇത് 2 മാത്രമേ ഞാൻ അവരോട് പറയാതിരുന്നിട്ടുള്ളൂ. ആദി അവളെ കട്ടിലിൽ കിടത്തി. അവളുടെ അടുത്ത് അവനും കിടന്നു. ഇത്രയും ദിവസമായിട്ടും അവരെ വിളിച്ചില്ലേ കല്ലു? ഇല്ല ആദിയേട്ടാ, ഇന്നാണ് ഫോണിൽ ഞാൻ അവരെ വിളിച്ചത്. ഒരുപാട് നേരം വഴക്കും പരിഭവവുമായി 3 പേരും ഉണ്ടായിരുന്നു. ഒത്തിരി സമയമെടുത്തു അവരുടെ പിണക്കം മാറ്റാൻ. എന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. വേഗം വരാമെന്ന് പറഞ്ഞു. എന്നെ കാണണം, വീഡിയോ കോൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് ബഹളം വെച്ചു. ഞാൻ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞു. അവളുടെ വിഷമം കണ്ടപ്പോൾ ഒരുപാട് സംസാരിക്കാൻ സമ്മതിച്ചില്ല ആദി. അതെ, ഉറങ്ങാം. നമുക്ക് നാളെ നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയിട്ട് വേണം എറണാകുളത്തിന് പോകാൻ. അവളൊന്ന് മൂളി. എന്തു പറ്റി എൻ്റെ പെണ്ണിന്? ഒരു വിഷമം? ഒന്നുമില്ല. ഇല്ലേ? അത് നാളെ മുതൽ ഇങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ എന്നോർക്കുമ്പോൾ ഒരു വിഷമം. അവൾ പറയുമ്പോൾ ശബ്ദം ഇടറിയിരുന്നു. ആദി അവളെ നെറ്റിയിൽ ചുംബിച്ചു. അവനിൽ നിന്നും മറ്റൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. 2 പേരും പതിയെ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് എല്ലാവരും അമ്പലത്തിൽ പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോകാൻ തയ്യാറായി കല്ലു താഴേക്ക് വന്നു. എല്ലാവരും റെഡിയായി നിൽക്കുന്നത് കണ്ട അവളിൽ ഒരു അമ്പരപ്പ് നിറഞ്ഞു. എല്ലാവരും കൂടി
എങ്ങോട്ടാ? എന്നെ കൊണ്ടുപോയി ആക്കാനാണോ? അവൾ ചോദിച്ചു. അതേലോ, ഇത്രയും ദിവസം ഇവിടെ നിന്നതല്ലേ, ഒറ്റയ്ക്ക് വിടാൻ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി മോളുടെ കൂടെ വരാമെന്ന് വിചാരിച്ചു. അത് പറയുമ്പോൾ മുത്തശ്ശി അവളുടെ അടുത്തേക്ക് വന്നു. അവളെ ചേർത്ത് പിടിച്ചു. മോൾ ആദിയുടെ കൂടെ അവൻ്റെ കാറിൽ കയറിക്കോ. അവൾ പുറത്തേക്കിറങ്ങി ചുറ്റും നോക്കി. ഇവിടെ വരുമ്പോഴെല്ലാം മനസ്സിനും ശരീരത്തിനും ഒരു ഉന്മേഷവും സന്തോഷവും ആയിരുന്നു. എന്നാൽ ഇപ്രാവശ്യം വന്നപ്പോൾ ഒരു സങ്കടമായിരുന്നു. ആദിത്യ എന്ന സങ്കടം. അതും പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാറി. ഈ വീട് എനിക്ക് എപ്പോഴും സന്തോഷവും നല്ല ഓർമ്മകളുമാണ് തന്നത്. ഇവിടെ നിന്ന് പോകാൻ അവൾക്ക് വിഷമം തോന്നി. എന്താ മോളെ ഇവിടെ നിൽക്കുന്നത്? വാ പോകാം, കല്ലുവിൻ്റെ അമ്മ പറഞ്ഞു. അവളെയും കൂട്ടി എല്ലാവരുടെയും അടുത്തേക്ക് പോയി. എല്ലാവരും പോകാൻ റെഡിയായിരുന്നു. കല്ലുവിൻ്റെ കാർ കിരണാണ് എടുത്തത്. 5 കാറുകളിലായാണ് എല്ലാവരും കൂടി പോയത്. യാത്രയിൽ ആദി അവളെ ചേർത്ത് പിടിച്ചു. എല്ലാവരും കൂടെ ഉള്ളത് അവൾക്ക് സന്തോഷം തോന്നിയിരുന്നു. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണവും കഴിച്ചു. വൈകുന്നേരത്തോടെ എല്ലാവരും എറണാകുളത്തെത്തി. സദാനന്ദൻ്റെ വീട്ടിലേക്ക് കയറി താക്കോൽ എടുത്ത് വാതിൽ തുറന്നു. പുറകെ ആദിയുടെ കാർ ചെന്നു. കല്ലുവും ആദിയും ഇറങ്ങി. ബാക്കി കാറുകൾ അവരുടെ വീടിൻ്റെ എതിർവശത്തുള്ള വീട്ടിൽ കയറി നിന്നു. കല്ലു ഒന്നും മനസ്സിലാകാതെ നിന്നു. ആദി അവളുടെ കയ്യിൽ പിടിച്ച് റോഡ് കടന്ന് അവിടേക്ക് ചെന്നു. മുത്തച്ഛ, എന്താ ഇവിടെ? കാറ് അവിടെ ഇടാലോ, പിന്നെ എന്തിനാ ഇവിടെ ഇടുന്നേ? കല്ലു അവളുടെ വീട്ടിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞു. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ആയിരിക്കും കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.